അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളവന്നൂർ അൻസാർ അറബി കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബഹുമാന്യനായ മർഹൂം ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി കോളേജിൽ വന്നത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കോളേജിലെ ലൈബ്രറിയിലേക്ക് ഏതോ ഒരു പുസ്തകം പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് ചെറിയമുണ്ടം വന്നത്. അന്നാണ് സത്യത്തിൽ വിജ്ഞാനം തുളുമ്പുന്ന ആ എഴുത്തുകളുടെ ഉടമയെ നേരിൽ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനുമൊക്കെ സാധിച്ചത്. അന്ന് ആ കൂടിക്കാഴ്ചക്ക് സമയം ദൈർഘ്യമൊക്കെ വളരെ കുറവായിരുന്നെങ്കിലും പോകാൻ നേരം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. വായിക്കുന്നതിൻ്റെയും വിജ്ഞാനം നേടുന്നതിനുമൊക്കെ പ്രാധാന്യം കൃത്യമായി പറഞ്ഞു തന്നുകൊണ്ടാണ് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി റഹിമഹുള്ള പോയത്. കേരളത്തിലെ ഇസ്ലാഹി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മതവിഷയങ്ങളിലും ഭൗതിക വിഷയങ്ങളിലും ആഴമേറിയ അറിവുള്ള ഒരു ദിഷണാശാലിയായിരുന്നു വാസ്തവത്തിൽ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി റഹിമഹുള്ള. വിജ്ഞാനം ഒരാൾക്ക് വിനയം പകരുന്നില്ല എങ്കിൽ അയാൾ സമ്പാദിച്ച അറിവ് അയാൾക്ക് ഉപയോഗപ്രദമല്ല എന്ന് നമുക്കറിയാം. അറിവും വിനയവും ആരിലാണോ സമ്മേളിക്കുന്നത് അയാളെ അല്ലാഹു തആല ഇരുലോകത്തും ഉയർത്തും എന്നതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി റഹിമഹുള്ള എന്ന് ഒരിക്കൽ എൻ്റെ ഉപ്പ ഡോക്ടർ പി കെ അബ്ദുൾ റസാഖ് സുല്ലമി എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. 1944 സെപ്റ്റംബർ 8-ാം തീയതി മലപ്പുറം ജില്ലയിലെ വൈലത്തൂരിനടുത്തുള്ള ചെറിയമുണ്ടം എന്ന സ്ഥലത്ത് മുത്താണിക്കാട്ട് ഹൈദർ മുസ്ലിയാരുടെയും ആയിഷുമ്മയുടെയും മകനായിട്ടാണ് അബ്ദുൽ ഹമീദ് എന്ന ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി റഹിമഹുള്ള ജനിക്കുന്നത്. പള്ളി ദർസുകളിലൂടെ പഠനം തുടങ്ങി. പിന്നീട് ഇർഷാദുൽ മുസ്ലിമീൻ അറബിക് കോളേജിൽ ഉപരിപഠനം നടത്തി. ഒടുവിൽ മതപഠനത്തിനു വേണ്ടിയിട്ട് പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു. പഠനകാലത്ത് തന്നെ കോളേജിലെ ലൈബ്രറിയിലുള്ള ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്കരസ്പർശം ഏറ്റിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹവുമായി വളരെ അടുത്ത ആളുകൾ പറയാറുണ്ട്. വിജ്ഞാനത്തോട് മൗലവി കാണിച്ച താല്പര്യം എത്രത്തോളമായിരുന്നു എന്ന് ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അറബി അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യ പിതാവ് തിരൂരിൽ നടത്തിയിരുന്ന ഒരു ബുക്ക് സ്റ്റാളിൽ അദ്ദേഹം വൈകുന്നേര സമയങ്ങളിലൊക്കെ പോയിരിക്കും, ഒഴിവ് സമയങ്ങളിലൊക്കെ അവിടെ പോയിരിക്കും. എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് വായനയുടെ വാതായനങ്ങൾ തൻ്റെ മുന്നിൽ തുറന്നിട്ട് അതുവഴി വായനക്ക് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആ കാലം മുതൽ തന്നെ തുടർച്ച കണ്ടെത്തുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപക ജോലി അദ്ദേഹം ഒഴിവാക്കിയിട്ട് ശ്രദ്ധ മുഴുവൻ രചനാ മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ് യഥാർത്ഥത്തിൽ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി റഹിമഹുള്ള ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം പിന്നീട് ധാരാളം വൈജ്ഞാനികമായ ഗ്രന്ഥങ്ങൾ പിറക്കാൻ കാരണമായി എന്നത് ഒരു വസ്തുതയാണ്. അസാധാരണമായ ഒരു അറിവും കഴിവും ബുദ്ധികൂർമ്മതയും ചെറിയമുണ്ടത്തെ സത്യത്തിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുകയാണ് ചെയ്തത്. വായനയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഒരു സംസാരത്തിൽ ഒരിക്കലും ഒരു കാര്യം പറയുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒരാഴ്ചയിൽ കേരളത്തിലിറങ്ങുന്ന 600ഓളം വരുന്ന വാരികയിലെ പ്രധാനപ്പെട്ട പല ലേഖനങ്ങളും അദ്ദേഹം വായിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ ഒരു സംസാരത്തിൽ പറയുന്നുണ്ട്. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന് പറയുന്നത് അത്രയും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കേരളീയ ഇസ്ലാഹി നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാർക്സിസ്റ്റുകൾക്കും യുക്തിവാദികൾക്കും ഇസ്ലാമിക പക്ഷത്ത് നിന്ന് ശക്തമായ ദാർശനിക മറുപടികൾ നൽകി KC അബൂബക്കർ മൗലവിക്കും ഡോക്ടർ M ഉസ്മാൻ സാഹിബിനും ശേഷം കേരളത്തിലെ സലഫി പരിസരത്ത് നിന്നുള്ള ചിന്താപ്രഭാവമായി ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആ കാലത്ത് ജ്വലിച്ചു നിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒരു വൈജ്ഞാനിക സംഭാവനയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ മലയാള പരിഭാഷ തയ്യാറാക്കി എന്നുള്ളത്. 1985 KP മുഹമ്മദ് മൗലവി റഹിമഹുള്ള UAE-യിലെ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിന് വേണ്ടി ഒരു ഖുർആൻ ഓഡിയോ കേസറ്റ് തയ്യാറാക്കാൻ വേണ്ടി ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയോടും ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിനോടും അവരെ രണ്ടുപേരെയും ഈ ഒരു കാര്യത്തിന് ചുമതലപ്പെടുത്തി. അവരോട് ആവശ്യപ്പെട്ടിട്ട് അവർ രണ്ടുപേരെയും അതിനെ ചുമതലപ്പെടുത്തി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ അടിസ്ഥാനമാക്കി ഈ രണ്ടുപേരും ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരും അദ്ദേഹവും രണ്ടുപേരും ഹ്രസ്വമായ ഒരു പരിഭാഷ തയ്യാറാക്കി. ശേഷം ഈ പരിഭാഷ ആദ്യാവസാനം KP മുഹമ്മദ് മൗലവിയെ അവർ വായിച്ച് കേൾപ്പിച്ച് ആവശ്യമായ തിരുത്തലുകൾ നടത്തിയിട്ട് ഓഡിയോ ആക്കി മാറ്റിയത്. തിരൂരങ്ങാടി PSMO കോളേജിലെ
മുൻപത്തെ പ്രിൻസിപ്പളും എൻ്റെ അയൽവാസിയും കൂടിയായ പ്രൊഫസർ അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ അരീക്കോടുള്ള വീട്ടിൽ വെച്ചിട്ടാണ് ഇതിന് അന്ന് അവർ ശബ്ദം നൽകിയത്. കാരണം അവിടെയാണ് അതിനുള്ള സ്റ്റുഡിയോ സൗകര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നത്. മൂസസുല്ലമിയാണ് അതിന് അന്ന് ശബ്ദം നൽകിയിരുന്നത്. ശേഷം UAE ഇസ്ലാഹി സെൻറ്റർ അത് 30 ഓഡിയോ കാസറ്റുകളിലായി റെക്കോർഡ് ചെയ്ത് മലയാളികൾക്കിടയിൽ അത് പ്രചരിപ്പിച്ചു. പിന്നീട് KNM സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ കോഴിക്കോട് പാളയത്ത് ബുക്ക് സ്റ്റാൾ ആരംഭിച്ചപ്പോൾ ഈ പരിഭാഷ അടിക്കുറിപ്പുകളോടെ അത് പ്രിൻ്റ് ചെയ്യുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, എത്ര മഹത്തായ ഒരു കർമ്മമാണ് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവറുകളൊക്കെ ചെയ്തു വെച്ചത് എന്നത്. അങ്ങനെ വൈജ്ഞാനികമായി എത്രയെത്ര സംഭാവനകളാണ് അവരിൽ നിന്നൊക്കെ ഉണ്ടായത്. പണ്ഡിതന്മാരുടെ മരണം വിജ്ഞാനം ഉയർത്തപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. ഇന്ന മിൻ അഷ്റാത്തി സഅത്തി അൻ യുർഫഅ അൽ ഇൽമു വയസ്ബുതൽ ജഹ്ലു വയുശ്റബൽ ഖംറു വയദ്ഹറ സിന. അതിൽ ആദ്യം പറയുന്ന ഒരു കാര്യം അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അറിവ് ഉയർത്തപ്പെടും എന്നത്. ആ അറിവ് പെടുന്നു എന്ന പ്രയോഗത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അജ്ഞത സ്ഥിരപ്പെടും, അറിവ് ഉയർത്തപ്പെടും എന്ന് പറയുന്ന പ്രയോഗത്തെ. അതിൽ ശരിക്ക് അറിവ് ഉയർത്തപ്പെടും എന്ന് പറയുമ്പോൾ അതിൽ കാണുന്നത് എന്താണെന്ന് അറിയും, പണ്ഡിതന്മാരുടെ മരണമൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. സത്യത്തിൽ 2018 ജൂലൈ മാസം 16 ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഈ ലോകത്തോട് വിട പറഞ്ഞു. അന്ന് ഇസ്ലാഹി കൈരളിക്ക് നഷ്ടമായത് ഒരു മഹാപ്രതിഭയെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റബ്ബ് അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി അദ്ദേഹത്തെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. റബ്ബിൻ്റെ ദീനിനെ വൈജ്ഞാനികമായി സഹായിക്കുന്ന, അതിൻ്റെ പ്രചരണത്തിനു വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.